കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തമിഴ് മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് നടൻ രവി മോഹനും ഭാര്യ ആരതി രവിയും തമ്മിലുള്ള വിവാഹമോചന കേസ്. കേസ് ഇപ്പോൾ കുടുംബ കോടതിയുടെ മുന്നിലാണ്. മാസം 40 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ആരതി കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ തീരുമാനമാവുന്നത് വരെ മാസം 3 ലക്ഷം രൂപ ആരതിക്കും മക്കൾക്കും രവി നൽകണമെന്നും കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ എല്ലാ മാസവും തന്റെ ചിലവിന് വേണ്ടി 40 ലക്ഷം രവി നൽകണമെന്നല്ല ആരതി ആവശ്യപ്പെട്ടതെന്ന് വ്യക്തമാക്കി അമ്മയും നിർമ്മാതാവുമായ സുജാത വിജയകുമാർ രംഗത്തെത്തി. രവിയുമായി നടക്കുന്ന പ്രശ്നങ്ങളിൽ കോടതിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിയമപരമായി അത് കോടതിയുടെ വിഷയമാണ്. 3 ദിവസം മുൻപ് നിരവധി പേജുകളുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. അത് കോടതി അലക്ഷ്യമാകും എന്നതുകൊണ്ട് പൊതുസമക്ഷത്തിൽ വായിക്കാൻ കഴിയില്ല. രവി മോഹൻ തന്റെ കുടുംബത്തിന് മേലെ വലിയ കടബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയതെന്നും വീടിന് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് ലഭിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തിയെന്നും സുജാത പറയുന്നു. രവി മോഹന്റെ കുട്ടികൾക്ക് ഭക്ഷണത്തിനും സ്കൂൾ ഫീസിനും ട്യൂഷന് പോലും കൊടുക്കാൻ പണമില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ ആരതിയുടെ അമ്മ പറഞ്ഞു. അതുകൊണ്ട് കുട്ടികളുടെ ഫീസും മറ്റു ചിലവുകളും എല്ലാ മാസവും നൽകണമെന്ന് കോടതി രവി മോഹന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പുറത്തുവരുന്ന വാർത്തകളല്ല ശരിയെന്നും സുജാത വിജയകുമാർ വ്യക്തമാക്കി. 40 ലക്ഷം രൂപ ആരതി ചോദിച്ചു എന്ന് പറഞ്ഞ് പലരും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് കിട്ടിയത് 3 ലക്ഷമെന്നും പറയുന്നു. 40 ലക്ഷമൊക്കെ ഒരാളോട് എങ്ങനെ ചോദിക്കാൻ തോന്നിയെന്ന് വിമർശിക്കുന്നവരുമുണ്ട്. കോടതിയോട് ഇക്കാര്യത്തിൽ നന്ദിയുണ്ട്. 10 പേജുള്ള വിധി ന്യായമാണ് കോടതി ഉത്തരവിലുള്ളത്. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ലായിരുന്നു. കുട്ടികൾ അമേരിക്കൻ സ്കൂളിലാണ് പഠിക്കുന്നത്. 86 ലക്ഷം രൂപയാണ് അവിടെ വാർഷിക ഫീസ്. രവിയാണ് കുട്ടികളെ അവിടെ ചേർത്തത്. ആരതിക്ക് 3 ലക്ഷവും മക്കളായ ആരവിനും അയാനും ഓരോ ലക്ഷം വീതവും എല്ലാ മാസവും നൽകാനാണ് കോടതി ഉത്തരവ്. മാത്രമല്ല കരാട്ടെ, ചെസ്, ഡാൻസ് ക്ലാസ് പോലുള്ളവയ്ക്കുള്ള ഫീസും രവി നൽകണം. സ്വന്തം കുട്ടികളുടെ കാര്യം നോക്കേണ്ടത് അവരുടെ അച്ഛൻ തന്നെയാണ്. കുട്ടികളുടെ സ്കൂൾ ഫീസ് നൽകിയിട്ടില്ല. ഭക്ഷണത്തിനോ ട്യൂഷൻ ഫീസിനോ പൈസ നൽകിയിട്ടില്ല. അതുമാത്രമല്ല അവർ വീട്ടാതെ പോയ കടങ്ങൾ കാരണം ബാങ്കിൽ നിന്ന് വീട് ജപ്തി ചെയ്യാനുള്ള നോട്ടീസ് വരെ അയച്ചു. ഒരു മാതാപിതാക്കളും ഇത് കാണാൻ ഇടവരരുത്. അമേരിക്കൻ സ്കൂളിലാണ് അവർ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്നത്. ഞങ്ങളല്ല അവരെ അവിടെ ചേർത്തത്. രവിയെ ആരതി കുട്ടികളെ കാണുന്നതിൽ നിന്നും തടയുന്നുവെന്നുള്ള ആരോപണം സുജാത നിഷേധിക്കുന്നു. കഴിഞ്ഞ വർഷം ആരതിയാണ് അച്ഛൻ കുട്ടികളെ വന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ട് വിസിറ്റേഷൻ ഹർജി നൽകിയത്. എന്നാൽ അവിടെ ചെന്ന് ഹീലറുടെ സാന്നിധ്യത്തിൽ വേണം കൂടിക്കാഴ്ചയെന്ന് നിർബന്ധം പിടിച്ചത് കാരണമാണ് കുട്ടികൾ രവിയെ കാണാൻ പോകാതിരുന്നതെന്നും സുജാത പറയുന്നു. കുട്ടികൾക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആരതിക്ക് കുട്ടികളെ അവരുടെ അച്ഛനിൽ നിന്ന് വേർപിരിക്കണം എന്നില്ല. വിവാഹമോചന ഹർജിയിൽ ആരതി ഒപ്പിട്ടിട്ടില്ലെന്നും രവി തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരിക്കുകയാണെന്നും സുജാത പറഞ്ഞു. ഇപ്പോൾ വന്ന 10 പേജുള്ള വിധിയിൽ ആരതി, ആരവ്, അയാൻ, ജയം രവി ഇവർ 4 പേരും മാസത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ കാണണമെന്ന് വിധി വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ന്യായം. ആ ജഡ്ജിയോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി ഇവരെ തമ്മിൽ കണ്ടുമുട്ടിച്ച് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ഒരുപാട് പരിശ്രമിച്ചിരുന്നു. എന്നാൽ അതൊരിക്കലും സംഭവിച്ചില്ല. ഇപ്പോൾ കോടതി വഴി അതിനൊരു സാധ്യത തുറന്നിരിക്കുന്നു. ഈ മാസം മുതൽ 4 പേർക്കും ഒരുമിച്ച് കാണാനാകും. അതോടെ ഈ പ്രശ്നം തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രവിക്കെതിരെ ദുർമന്ത്രവാദം നടത്തിയെന്ന ആരോപണവും സുജാത തള്ളി. ഇക്കാലത്ത് അതിലൊക്കെ ആളുകൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ആരാണ് ദുർമന്ത്രവാദം ചെയ്തത് എന്നത് കഴിഞ്ഞ മാസം അറിഞ്ഞുവെന്നും 15 വർഷം രക്തം ഛർദ്ദിച്ചാൽ ഒരാൾക്ക് ജീവനോടെ ഇരിക്കാൻ സാധിക്കുമോ എന്നും സുജാത വിജയകുമാർ ചോദിച്ചു.